മുഖ്യമന്ത്രി നിങ്ങളെന്നാണ്. ഈ ആരോപണ വിധേയരായ ആളുകളെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരിമരുന്ന് മാഫിയയുമായിട്ടുള്ള ബന്ധം, കൊടിയ അഴിമതി, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘത്തിന് നേരെ ഉണ്ടായിട്ടും ആ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അഡീഷണൽ ADGP ലോ ആൻഡ് ഓർഡറിനെയും നിലനിർത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കേട്ടുകേൾവിയുണ്ടോ എവിടെയെങ്കിലും? DGP ആണ് അന്വേഷണത്തിൻ്റെ ചുമതല. അന്വേഷണ സംഘത്തിൽ എല്ലാ ജൂനിയർ ഓഫീസേഴ്സാണ്. അഡീഷണൽ DGPയേക്കാൾ താഴ്ന്ന ക്ലാസ്സിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. SP-ക്കെതിരായിട്ട് അന്വേഷണം വന്ന SI ആണ് അന്വേഷിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് കാണുന്നത്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു അന്വേഷണം നടത്താതെ പ്രഹസനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. സത്യത്തിൽ ഈ ആരോപണ വിധേയരായ ഈ ഉപജാപക സംഘത്തിൻ്റെ ചൊൽപ്പടിയിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. മുഖ്യമന്ത്രി അവരെ ഭയന്ന് നിൽക്കുകയാണ്. അവരെന്തെങ്കിലും വെളിപ്പെടുത്തുമെന്നുള്ള ആരോപണമാണ്. ഇപ്പം ഭയമാണ് മുഖ്യമന്ത്രിക്ക്. കാരണം അത്രയും വലിയ ആരോപണം വന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ആ പത്തനംതിട്ട SP-യും MLA-യും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു MLA-യുടെ കാല് പിടിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ. അയാൾ കേരളത്തിലെ നിലവിലുള്ള 3 SP-മാരെ കുറിച്ച് അസംബന്ധം പറഞ്ഞു. അയാളുടെ സഹപ്രവർത്തകരായ 3 ജില്ലയിലേക്ക് SP, ADGP-യുടെ ഭാര്യയുടെ സഹോദരന്മാർ പണമുണ്ടാക്കിയാണ്, ADGP കള്ളനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്, ക്രൂരനാണ് എന്നൊക്കെ ഒരു SP പറഞ്ഞു. ആ SP സർവീസിലിരിക്കുകയാണ് കേരളത്തിൽ. ഇത് എന്തു പോലീസാണ്? ഈ പോലീസിനെ ഇതുപോലെ നാണം കെടുത്തിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ശ്രീ പിണറായി വിജയൻ ഉള്ള കാലത്ത് ആഭ്യന്തര വകുപ്പ് നാണം കെട്ട്, പോലീസ് സേന ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടിരിക്കുക. ഏതെങ്കിലും കാലഘട്ടത്തിൽ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ ആരോപണം, കൊലപാതകവും സ്വർണ്ണക്കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആദ്യം തന്നെ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം വന്നതാണ്. അതിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അമിതാധികാരങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി സ്വർണ്ണക്കള്ളക്കടത്തിൽ, ഇല്ലേ? ജയിലിൽ പോയി. ഇപ്പോൾ വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സ്വർണത്തോട് എന്താണ് ഇത്ര ഭ്രമം? എന്ത് ഭ്രമമാണ് സ്വർണത്തിനോട്? എയർപോർട്ടിൽ കസ്റ്റംസിൻ്റെ ഏരിയയിൽ നിന്ന് സ്വർണം പിടിച്ചിട്ട് ഒരു കേന്ദ്രത്തിൽ പോയി ആ സ്വർണം അടിച്ചു മാറ്റി അതിൽ നിന്ന് കുറച്ച് സ്വർണം മാത്രം കാണിച്ച് അതിന്മേൽ കേസെടുക്കുന്നു. എന്തൊരു ആരോപണമാണ്! SP-യുടെ നേതൃത്വത്തിൽ, അത് ADGP-യുടെ അറിവോടുകൂടി, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പിന്തുണയോടുകൂടി സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് പിന്തുണ കൊടുക്കുന്നു, ഗുണ്ടാ സംഘങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നു. ഗുരുതരമായ ആരോപണമല്ല ഉയർന്നിരിക്കുന്നത്. ഇനി ഞാൻ ചോദിച്ചു ഇന്നലെ, ഈ ഭരണകക്ഷി MLA ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കണ്ടേ? അപ്പോൾ അയാൾ ഉന്നയിക്കുന്ന ആരോപണം ശരിയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? അയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഈ ആരോപണ വിധേയരെ നിലനിർത്തിക്കൊണ്ടാണോ അന്വേഷണം നടത്തുന്നത്? ആരെയാണ് കളിപ്പിക്കുന്നത്? ആരെയാണ് കളിപ്പിക്കുന്നത്? ജനങ്ങളെ പരിഹസിക്കുകയാണ്, ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. CPM അതിൻ്റെ എല്ലാ കാലത്തേക്കും ഏറ്റവും വലിയ ജീർണതയിലേക്ക് ജീർണതയിലേക്ക്, ബംഗാളിൽ അവസാന കാലത്തുണ്ടായ ദുരന്തത്തിലേക്കാണ് കേരളത്തിലെ CPM സംഭവിക്കാൻ പോകുന്നത്. ദുരന്തമാണ് കേരളത്തിലെ CPM-നെ കാത്തിരിക്കുന്നത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ കേരളത്തിൽ കുഴിച്ചു മൂടുകയാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. ഞങ്ങൾക്ക് താല്പര്യമില്ല. CPM ബംഗാളിലെ പോലെ കേരളത്തിൽ തകർന്നു പോകുന്നത് ഇഷ്ടപ്പെടുന്നവരല്ല ഞങ്ങൾ. ഇഷ്ടപ്പെടുക. ഇപ്പം എന്താ സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്? ഈ അന്വേഷണ റിപ്പോർട്ട് എവിടെ? തൃശ്ശൂർ പൂര കലക്കി. ഞങ്ങളന്ന് പറഞ്ഞില്ലേ, തൃശ്ശൂർ പൂര കലക്കിയതാണ് പോലീസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടുകൂടി BJP-യെ സഹായിക്കാൻ തൃശ്ശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി BJP-യെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ചെയ്ത ഗൂഢാലോചനയാണ്. ഒരു നടപടിയെടുത്തില്ലല്ലോ അതിൻ്റെ അകത്ത്. രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയെന്നാണ് പറയണത്. ഈ കമ്മീഷണർ അഴിഞ്ഞാടിയ ആ ജില്ലയിൽ 2 മന്ത്രിമാരുണ്ടായിരുന്നു. അവർ ചോദ്യം ചെയ്തോ? ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അതേ ഉറങ്ങിക്കിടക്കുമല്ലോ.
രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടുന്നു എന്ന് കേട്ടിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോ DGP യോ ADGP ലോ ആൻഡ് ഓർഡർ ആരും അനങ്ങിയില്ലല്ലോ. അപ്പം ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയല്ലേ? ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ഈ നവകേരള സദസ്സിന് ബദലായി ഞങ്ങൾ വിചാരണ സദസ്സ് നടത്തി. അന്ന് UDFന്റെ മുദ്രാവാക്യം സർക്കാരല്ല ഇത് കൊള്ളക്കാർ എന്നായിരുന്നു. ആ ആരോപണം അടിവരയിടുകയാണിപ്പോൾ. സർക്കാരല്ല ഇത് കൊള്ളക്കാരാണ്. സ്വർണം കൊള്ള നടത്തുന്ന, കൊലപാതകം നടത്തുന്ന, ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന അഴിമതിക്കാരുടെ കൂടാരമാണ്. എല്ലാത്തിൻ്റെയും കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. എല്ലാ അഴിമതിയുടെയും എല്ലാ വൃത്തികേടുകളുടെയും പ്രഭവ കേന്ദ്രം, എപ്പിക് സെന്റർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെയാണ്, അദ്ദേഹത്തിൻ്റെ കണ്ണിന് താഴെയാണ് ഈ എല്ലാ വൃത്തികേടുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നു. സർക്കാർ തൊടുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ട് ആ SP എന്തെല്ലാമാണ് പറഞ്ഞത് ഫോണിൽ കൂടി. ADGP ഒരു SP അയാൾ തൃശ്ശൂരിലെയും പാലക്കാടെയും മലപ്പുറത്തെ SP മാരെ കുറിച്ച് എത്ര മോശമായിട്ടാണ് പറഞ്ഞത്. ഇതാണോ പോലീസ്? പോലീസ് ഒരു ഫോഴ്സാണ്, ഒരു ഹൈറാർക്കിയാണ്. ഒരു SP റാങ്കിലുള്ള ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ ADGPയെ കുറിച്ച് ഇങ്ങനെ പറയാണ്. സഹപ്രവർത്തകരായ സീനിയർ ആയിട്ടുള്ള, അയാളേക്കാൾ പോലീസിൽ സീനിയർ ആയിട്ടുള്ള ആളല്ലേ മലപ്പുറം SP ഒക്കെ. അവരെ കുറിച്ചൊക്കെ എന്തോ അസംബന്ധമാണ് പറഞ്ഞത്. എന്നിട്ട് അയാൾ സർവീസിലേക്കാണ്. ഇതെന്ത് ഫോഴ്സാണ്? ഇതെന്ത് ഫോഴ്സാണിത്? നിങ്ങൾ ആലോചിച്ചേ. എങ്ങനെയെങ്കിലും കേരളത്തിലെ പോലീസ് അതിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നാണം കെട്ടിട്ടുണ്ടോ? ഇതുപോലെ നാണം കെട്ടി നിന്നിട്ടുണ്ട്. ഞാനാണ് സാധാരണ തലയിൽ മുണ്ടിട്ട് നടക്കാന്ന്. ഇത് ഒരു പുതപ്പിടിക്കണം മൊത്തം തലയിൽ. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് പറഞ്ഞിരുന്ന അതിനെ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പൊ കേരളത്തിലെ പ്രതിപക്ഷമല്ലേ പറഞ്ഞിരുന്നത് ഇത് ഇവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന്. ഇപ്പൊ ശരിയായില്ലേ? ഞങ്ങൾ പറഞ്ഞല്ലേ ശരിയായില്ലേ? ഞാനത് വന്നിരുന്നു. ലക്ഷ്മണ ഇവിടുത്തെ എന്താണ് ഭരണഘടനാ വിരുദ്ധമായി പെരുമാറുന്ന ശക്തികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടെന്നാണ് അഫിഡവിറ്റ് പറഞ്ഞിരുന്നത്. പിന്നീട് ആളെ കൊണ്ട് പേടിപ്പിച്ച് അഫിഡവിറ്റ് പിൻവലിപ്പിച്ചു. പക്ഷെ അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. ഞാനിത് ആദ്യത്തെ ദിവസം പറഞ്ഞു. ഈ സംഭവം ഉണ്ടായതിന്റെ ആദ്യത്തെ ദിവസം സീനിയർ ആയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടന അതീതമായി പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ പിൻവലിച്ചു. പിന്നെ പേടിപ്പിച്ച് സർവീസിലിരിക്കുന്ന ആളല്ല, പേടിപ്പിച്ചു പിൻവലിപ്പിച്ചു. ഇതാണ് കേരളത്തിലെ സ്ഥിതി. ഇത്രയും ദയനീയമായൊരു സാഹചര്യം കേരളത്തിൽ ഏത് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട്? ഈ ഗതികേട് EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാരുണ്ട്. ആരുടെയെങ്കിലും ഓഫീസിൽ ഇതുപോലെ ഉണ്ട്? ആദ്യത്തെ ഒരുത്തൻ 100 ദിവസം ജയിലിൽ പോയി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ. വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ്. സ്വർണം പൊട്ടിക്കൽ. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അവിടെ നിന്നാണ്. ലഹരി മരുന്ന് മാഫിയയ്ക്ക് നേതൃത്വം. നാട്ടിലെ എല്ലാ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനും എല്ലാ ഷെയ്ഡി ഏർപ്പാടിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഇവരെല്ലാവരും തമ്മിൽ ലിങ്ക് ഉണ്ട്. ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉണ്ട്. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളും മിക്കവാറും സമയം പുറത്താണ്. ഇനി അകത്താണെങ്കിലും അവർ അവിടെ നിന്നാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളെ, സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളെ, പൊട്ടിക്കൽ സംഘങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അവർക്ക് മുഴുവൻ സപ്പോർട്ടല്ലേ. അവർ പേടിപ്പിച്ച് നിർത്തിയേക്കാണല്ലോ CPM നേതാക്കളെ. ഗൂഢാലോചനയിൽ പങ്കിട്ടുന്നവർ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുത്തിരിക്കുകയാണ്. അവരാണ് മലബാറിലെ സ്വർണ്ണ കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇവരെല്ലാവരും ഒറ്റ ലിങ്കാണ്. എല്ലാം ഉണ്ടായി. മുതിർന്ന നേതാക്കന്മാരുടെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഇതിനകത്തുണ്ട്. ഞാനതാണ് പറഞ്ഞ CPM അതിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ജീർണതയിലേക്ക് പോവുകയാണ്. താഴെ തട്ടിലേക്ക് അതാണ്. KT ജലീലിന്റെ പ്രസ്താവന വന്നു. മുൻ MLA ആയ കാരാട്ട് റസാഖിന്റെ പേര് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അവിടെ നിൽക്കുമല്ലേ, അവരുടെ കൂടെ നിൽക്കല്ലേ, ഞങ്ങളുടെ കൂടെ അല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച്, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് ഒക്കെ ആരോപണം ഉന്നയിച്ചു.
അതായത് CPM-ലെ ഒരുപാട് പേർ ഈ സമാന ചിന്താഗതിക്കാരാണ്. ഈ ആരോപണങ്ങൾ അവരെല്ലാം ആവർത്തിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, CPM-ന്റെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലാണ്. ഞങ്ങൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ കോൺഗ്രസിലൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ കോൺഗ്രസിന് പോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ CPM-ന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ ആലോചിച്ച്, CPM-ന്റെ ഒരു ഘടന, ആ ഘടനയിൽ നിന്നുകൊണ്ട് ഒരു MLA, ഒരു ഭരണകക്ഷി MLA ഒരാഴ്ചയായിട്ട് വന്ന് മുഖ്യമന്ത്രിയെ പറഞ്ഞില്ല. മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ഇതാരെ മുഖ്യമന്ത്രിയോടല്ലേ ഈ ഭരണ മുഴുവൻ. പിന്നെ മുഖ്യമന്ത്രിയുടെ എൻ്റെ ഓഫീസിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നിരന്തരമായി അത് കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉത്തരവാദിയല്ല. ഇതിനകത്ത് എനിക്ക് ഉത്തരവാദിത്തം ഇല്ലായിരിക്കാൻ പറ്റും. എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഞാൻ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ അറിയാതൊരു സംഭവം നടന്നാൽ ഞാൻ നടപടി എടുത്ത ആളെ മാറ്റാം. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഉത്തരവാദിത്തമില്ലേ? ഈ ആരോപണം മുഴുവൻ P ശശിക്ക് നേരെയോ അല്ലെങ്കിൽ അജിത് കുമാറിന് നേരെയാണോ? ഈ ആരോപണം മുഴുവൻ മുഖ്യമന്ത്രിക്ക് നേരെയാണ്. മുഖ്യമന്ത്രി അറിയാതെ ഇതെല്ലാം നടക്കുമോ? അങ്ങനെയാണെങ്കിൽ സ്വന്തം ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ദുർബലനല്ല അദ്ദേഹം. അപ്പൊ പേടിച്ച് നിൽക്കുകയാണ് മുഖ്യമന്ത്രി. വെറുതെ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്നൊക്കെ ചുമ്മാ പറയണത്. വരണ്ട് നിൽക്കുകയാണ് ഇവന്മാരുടെയൊക്കെ ഇടയിൽ. ഒന്നും ചെയ്യാൻ പറ്റാതെ കരുത്തനായ ഭരണാധികാരിയാണെങ്കിൽ നേരെ വിളിക്കുന്നതിന് മുമ്പ് ഇവരുണ്ടാവോ? ഈ സ്ഥാനങ്ങളിൽ ഇവരുണ്ടാവോ? കരുത്തനായ ഭരണാധികാരിയാണെങ്കിൽ. പിന്നെ എപ്പോഴും പറയില്ല എൻ്റെ മടിയിൽ കനമില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരം വിളിക്കുമായിരുന്നു. നേരം അതിനു മുമ്പ് പോവില്ല ഇവരൊക്കെ. മാറ്റിയെങ്കിലും നിർത്തേണ്ട ഇവരെ. അവരതേ സ്ഥാനത്തിരിക്കുകയാണ്, കീ പൊസിഷൻസിൽ ഇരിക്കുകയാണ്. ഇപ്പോഴും കേരളം ഭരിക്കുന്നത് അവരാണ്. എന്നിട്ട് അവർക്കെതിരെ അന്വേഷണം വന്നു. അതാ ഞാൻ ചോദിച്ചത്, എന്തൊരു പ്രഹസനമാണ്